ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കാട്ടിൽ മേക്കൽ ദേവീക്ഷേത്രമാണ്. ഇവിടെ കാട്ടിൽ മേക്കൽ ദേവീക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമാണ്. കൊല്ലം ജില്ല മാത്രമല്ല, കേരളത്തിൻ്റെ നമ്മുടെ ആലപ്പുഴ, കായംകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളൊക്കെ ഏറ്റവും അടുത്ത് ആൾക്കാർക്ക് അറിയാവുന്ന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഇപ്പോൾ ഒട്ടനവധി ഭക്തർ ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ ഉച്ഛിഷ്ട കാര്യസിദ്ധി എന്ന് പറയുന്നത് മണികെട്ട് പൂജയാണ്. മണികെട്ട് പൂജ, നമ്മളൊരു കാര്യം മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം ആ കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട് ദേവിക്ക് നമ്മൾ 7 ആഴ്ചയായിട്ടോ 7 മാസമായിട്ടോ മണി അവിടുന്ന് പൂജിച്ച് അവിടുത്തെ വേരാലിൽ 7 പ്രദക്ഷിണം ചെയ്ത് മണി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം സാധിക്കും എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഒട്ടനവധി ഭക്തർ ഇവിടെ വരുന്നുണ്ട്. കാര്യസിദ്ധി നേടിയവർ വരുന്നുണ്ട്. കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ഭക്തർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കും ഈ ക്ഷേത്രത്തിൽ പോകേണ്ടതായിട്ട് വന്നു. ഞാൻ മുമ്പൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെയൊക്കെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പോകാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നു കേട്ടോ. ഞങ്ങൾ കുടുംബസമേതം ഒന്ന് വന്നു, ഒരു വീഡിയോ എടുത്തു. അപ്പം ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അറിയാത്തവർ അറിയട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ അത് ശരിയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ ക്ഷേത്രം ശ്രീകോവിലിൻ്റെയൊക്കെ പണി നടക്കുന്ന സമയത്ത് ഷെഡിൽ വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം വരുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു പനമരം നിൽപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ആനപ്പന്തലും ഒക്കെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ചവറയാണ്. ചവറ മറ്റേ ടൈറ്റാനിയം KLMൻ്റെ തൊട്ട് പുറകുവശത്തായിട്ടാണ് ക്ഷേത്രം വരുന്നത്. നമ്മുടെ കരിക്കോട്, ചന്ദനത്തോപ്പ്, കൊട്ടാരക്കര ഇവിടുന്നൊക്കെ വരുന്നവർക്ക് അങ്ങനെയും നമ്മളിത് കടത്ത് കയറി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. വണ്ടി അവിടെ ചെല്ലും, പക്ഷേ വണ്ടി ചെല്ലുന്ന വഴി കറക്റ്റ് ഏതാണെന്ന് അറിയാൻ പാടില്ല. ഇച്ചിരി ചുറ്റിക്കറങ്ങി വേണമെന്ന് തോന്നുന്നു പോകാൻ. നമ്മൾ വരുമ്പോൾ കാറുകളൊക്കെ ഒരുപാട് അകത്ത് കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ബസ് കയറി വരുന്നവരും അല്ലാതുള്ള കാറ് വഴി ഈ KLMൻ്റെ പുറകിൽ കൂടെ വരുന്നവരുമൊക്കെ വണ്ടി അവിടെ പാർക്കിങ്ങിൽ ഒതുക്കിയിട്ട് വള്ളമുണ്ട്, വള്ളത്തിൽ കയറി അപ്പുറം ഇറങ്ങാം. അപ്പോൾ കടത്തുകാരന് നമ്മളെന്തെങ്കിലും ഒരു ചില്ലറ കൊടുക്കും, ഒരു കൂലിയായിട്ട് കൊടുക്കാറുണ്ട്. അതില്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ജങ്കാറുണ്ട്, അതിൽ കയറിയിട്ട് അപ്പുറം ഇറങ്ങാം. അതിന് പൈസയൊന്നും കൊടുക്കേണ്ട, സൗജന്യമാണ്. അപ്പോൾ കടത്തൊക്കെ കയറിയാണ് നമ്മൾ അപ്പുറം ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിൽ ചവറയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ദേവീക്ഷേത്രമാണ് കാട്ടിൽ മേക്കൽ ദേവീക്ഷേത്രം. നമ്മുടെ കാര്യസിദ്ധിക്കായിട്ട് രസീത് എഴുതി, മണിപൂജയ്ക്കുള്ള രസീത് എഴുതി അകത്ത് കൊടുക്കുമ്പോൾ അകത്തുനിന്ന് മണി പൂജിച്ച് തരും. ആ പൂജിച്ച മണി നമ്മൾ ഈ വേരാലിന് ചുറ്റും 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് നമ്മൾ മനസ്സിൽ കണ്ട കാര്യം സങ്കല്പിച്ച് ഈ വേരാൽ മരത്തിൽ കെട്ടുക എന്നുള്ളതാണ്. 7 പ്രാവശ്യം കെട്ടിയതിന് ശേഷം പൊങ്കാല ദേവിക്ക് അർപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പൂജ അവസാനിപ്പിക്കുന്നത്. അതോടുകൂടി നമ്മുടെ കാര്യസിദ്ധി നടക്കുമെന്നാണ് ഐതിഹ്യം. കുടുംബമൊക്കെ ആയിട്ട് വന്നിട്ട് തൊട്ടടുത്ത് കടലാണ്, കടലിനോട് ചേർന്നാണ് ക്ഷേത്രം. നല്ല കാറ്റും വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇരിക്കുന്നത് തന്നെ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കോട്ടയംകാരെ പരിചയപ്പെട്ടിരുന്നു. അവർ രാവിലെ വന്നപ്പോൾ ക്ഷേത്രം അടച്ചു. ഉച്ച സമയമായി അവർ എത്തിയപ്പോൾ ക്ഷേത്രം അടച്ചതുകൊണ്ട് അവർ അവിടെ സ്റ്റേ ചെയ്ത് തൊഴുതിട്ടൊക്കെ പോകാനായിട്ട് നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ളൊരു ഇതില്ല. കാരണം അവിടെ നിൽക്കാൻ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ആ ഒരു സാഹചര്യം, കടലും പിന്നെ കാറ്റും തണുപ്പൊക്കെ ഉള്ളതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക തിരക്കും ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാട്ടിൽ മേക്കൽ ദേവി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. അപ്പം കഴിയുന്നവരൊക്കെ എത്തുക.
വൈകുന്നേര സമയങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് സൂര്യാസ്തമനമൊക്കെ കണ്ടു പോകാം. അതുപോലെ തന്നെ ഇവിടുന്ന് മത്സ്യങ്ങൾ നല്ല ഫ്രഷ് മത്സ്യം വാങ്ങിക്കാൻ പറ്റും. മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ഉണ്ട് ഇവിടെ. അവരുടെ ഒരു ഉപജീവന മാർഗ്ഗവും ഇവിടെ നടക്കുന്നുണ്ട്. ഫ്രഷ് മത്സ്യം വാങ്ങി പോവുക ഇവിടുന്ന്. അതുപോലെ സൂര്യാസ്തമനമൊക്കെ കണ്ട് കുറേ നേരം കടലിലൊക്കെ വലിയ തിര, നമ്മുടെ കൊല്ലം ബീച്ചിൽ തിര ആഞ്ഞടിക്കുന്നത് പോലുള്ള തിരയടിക്കുന്ന പതിവൊന്നും ഇവിടെ ഇല്ല. വളരെ സൈലൻ്റായിട്ടുള്ള തിരയാണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് നേരം കടലിലൊക്കെ ഒന്ന് കാൽ നനയ്ക്കാനൊക്കെ പറ്റുന്നൊരു സാഹചര്യമാണ് ഇവിടെ. അങ്ങനത്തുള്ളൊരു സാഹചര്യമുണ്ട്. സൂര്യാസ്തമനം കാണാമെന്നുള്ളതാണ് മെയിൻ. ഓക്കെ, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.